ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് കോസ്കോ വിശേഷങ്ങൾ കാണാം. ചെന്ന പാടെ അവിടെ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പുൾഡ് പോർക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഞാൻ എടുത്തു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തതെന്ന് പറയുന്നത് ഇത് ഇത്രയും വലിയൊരു ഈസ്റ്റർ ബണ്ണി ചോക്ലേറ്റ് ആണ്. കുറേ സമയം അത് വേണമെന്ന് പറഞ്ഞിട്ട് അച്ചും അമ്മും കൂടെ അവിടെ മാക്സിമം പിടിച്ചു നിർത്താൻ നോക്കി. ഞാൻ എടുക്കുമോ കാരണം അതിന് $80 പിന്നെ ഇതുപോലെയുള്ള കുറേ ഈസ്റ്റർ ഗിഫ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാടും തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഈസ്റ്റർ എഗ്സിൻ്റെ ഇതെല്ലാം ചോക്ലേറ്റ്സ് ആണ്. പിന്നെ ഞാൻ അവിടുന്ന് ഫിഷിൻ്റെയൊക്കെ ആ ഒരു പാർട്ടിലേക്ക് പോയി. അവിടെ ഒരു പല വെറൈറ്റി കൊഞ്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മീനൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു വിൻ്ററൊക്കെ ഒന്ന് മാറി വന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരുപാട് വെറൈറ്റി ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ റെയിൻബോ ട്രൗട്ട് എന്ന് പറയുന്ന സംഭവമല്ല, മീൻ നേരത്തെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറി വെച്ചാലും ഫ്രൈ ചെയ്താലും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ റെഡ് കളർ എന്ന് പറയുന്നത് തിലാപ്പിയയാണ്. എന്താ മാക്രിലാണെന്ന് തോന്നുന്നു ആ ഒരു അയല പോലെ ഇരിക്കുന്ന സാധനം. എനിക്കത് പേര് ഓർമ്മയില്ല. അതിൻ്റെ അടുത്ത് കാണുന്ന ആ ഒരു സിൽവർ കളറിലതാണ് റെയിൻബോ ട്രൗട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ വീണ്ടും ദേ എന്തോ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. എന്തോ അല്ല, അതൊരു പിസ്സ ആയിരുന്നു. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതെന്ന് പറയുന്നത് പ്രീ ഫില്ല് ചെയ്ത് വരുന്നതാണ്. നമ്മൾ കൊണ്ടുപോയി ഓവനിൽ വെച്ച് നമുക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റോ 8 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് ആക്കി കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് അവിടെ തന്നെ ഉള്ളതാണ്. അത് അവർ ബേക്ക് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ചില ദിവസത്തെ തിരക്കിൽ നമുക്കങ്ങനെ ഫുഡൊന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി എടുക്കാനൊന്നും തോന്നില്ല. കാരണം ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് പേര് അങ്ങനെ ഇത് എടുക്കാനായിട്ടൊക്കെ നിന്ന് തെള്ളും തിക്കും ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ തോന്നില്ല. ചില ദിവസങ്ങളിലാണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പോയി എടുക്കാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പിള്ളേർ ചോക്ലേറ്റ് കണ്ടപ്പോൾ എങ്ങനെയാണോ അവിടെ നിന്നത് അതുപോലെയാണ് ഞാൻ ഈ ചെടികൾ കാണുമ്പോൾ നിൽക്കുന്നത്. ശരിക്കും ഒറിജിനലാണ്, വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പിന്നെയും വേണ്ടാന്ന് വെക്കും. ഒരു വാഴ ഇത് എപ്പോൾ പോയാലും ഐക്യയിൽ കണ്ടാലും ഇവിടെ കണ്ടാലും ഒക്കെ എടുക്കണം എന്ന് എനിക്ക് തോന്നും. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. ഈ പാൻസ് എന്ന് പറയുന്നത് അമ്മൂന് എടുത്തതാണ്. പൂമയുടെ പാൻസാണ്. എന്തോ ഓഫർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഓഫർ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു $10 തോന്നുന്നു ഓഫറിന് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കൊഞ്ച് ഫ്രോസൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അത് കൂടി പോയി എടുത്ത് കറി വെക്കാമല്ലോ. പിന്നെ എടുത്തതെന്ന് പറയുന്നത് ഒരു ടെർമറിക് ജിഞ്ചർ ടീന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. അത് ഭയങ്കര ശോകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ സീറോ ഷുഗർ ആയിട്ടുള്ള ഒരു ഫ്ലേവേർഡ് ജ്യൂസായിരുന്നു. ചെറി, സ്ട്രോബെറി അങ്ങനത്തെയൊക്കെ ഫ്ലേവർ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്ന് കറങ്ങി വന്നപ്പോഴാണ് കുറച്ച് കൊച്ചുള്ളി കണ്ടത്. ഇവിടുത്തെ കൊച്ചുള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സവാളയുടെയൊക്കെ അത്രയും വലിപ്പമുണ്ട്. ഞാൻ ഇതുവരെ ഇത് എടുത്ത് നോക്കിയിട്ടില്ല. കാരണം ഇത് കൊച്ചുള്ളി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു സൈസ് കാണുന്നത് കൊണ്ട് ഞാൻ അത് വാങ്ങിക്കാറില്ല. ഇന്ത്യൻ സ്റ്റോറിൽ പോകുമ്പോൾ ഫ്രോസൺ കൊച്ചുള്ളി കിട്ടും. അതാണ് എടുക്കാറുള്ളത് അത്യാവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അടിപൊളി ഐറ്റം ഉണ്ട്. ദാ ഇവിടെ കാണുന്ന ഈ ചീസ് കേക്ക്സ്. ചീസ് കേക്കിൻ്റെ പ്രത്യേകത കോസ്കോയിൽ ഇത് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് തോന്നും. ചീപ്പെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 26.99 പുറത്തുള്ള ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ ചെറിയ പോർഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു $20 ഒക്കെ ആവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വലിയ ക്വാണ്ടിറ്റിക്ക് 26, $27 എന്ന് പറയുന്നത് ചീപ്പെന്ന് പറയുന്നതിന് തെറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബേക്കറിയിൽ നിന്ന് തന്നെ കുറച്ച് ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബണ്ണാണ്. അത് നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും 2 ടൈപ്പാണ് അവിടെ വരുന്നത്. കുറച്ച് തരിതരിയായിട്ടുള്ളതും നല്ല പൗഡർ ഫോമിലുള്ളതും. അപ്പോൾ നമ്മൾ നല്ല പൗഡറായിട്ടുള്ളതാണ് എടുത്തത്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ട് ഏത് വേണം എന്നുള്ളത് ചോദിക്കുകയാണ്. കുരുമുളക് പൊടിയുടെ സൈഡിലായിട്ട് തന്നെ വലിയ കുപ്പികളിൽ പച്ചമുളക് ഉപ്പിലിട്ടതുപോലത്തെ ഒരു ഐറ്റം ഇരിപ്പുണ്ടായിരുന്നു. അത് ഉപ്പിലിട്ടതാണോ എന്ന് എനിക്ക് വായിച്ച് നോക്കാത്തത് കൊണ്ട് എനിക്കത്ര ഓർമ്മയില്ല. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രൈ സ്ട്രോബെറി എടുത്തു. സാധാരണ നമ്മൾ ഇവിടുന്ന് എന്താ ഡ്രൈ മാംഗോ ആണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ അതിൻ്റെ വില കുറച്ച് അധികം കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തവണ സ്ട്രോബെറിയിൽ നിന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഇന്നത്തെ കോസ്കോ ഷോപ്പിംഗ് ഇവിടെ തീർന്നു. അതിനുശേഷം തിരക്ക് ഒഴിവാക്കാനായിട്ട് ഒരാൾ ബില്ലിങ്ങിലും ഒരാൾ ഫുഡ് ഓർഡർ ചെയ്യാനുമായിട്ട് പോയി. ഞാൻ പോയിട്ട് കുറച്ച് പുട്ടീനും കുറച്ച് ഹോട്ട് ഡോഗും ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിക്കുമായിരുന്നു. ശരിക്കും ഇരുന്ന് കഴിക്കാനുള്ള ഇത് കിട്ടിയില്ല. അപ്പം നിന്ന് കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു പുട്ടിയും കയ്യിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോട്ട് ഡോഗ് എല്ലാം അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.